PMC പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ സമസ്ത കൂടി രംഗത്ത് വന്നിരിക്കുന്നു. തിടുക്കത്തിൽ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ആപൽക്കരമാണെന്നാണ് മുന്നറിയിപ്പ്. തമിഴ്നാട് മോഡൽ ബദൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കണമെന്നും സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ ലേഖനത്തിൽ പറയുന്നു. BS രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. രഞ്ജിത്തെ, ഇപ്പോൾ CP എതിർപ്പ് പ്രകടിപ്പിച്ചു, സമസ്ത മുഖപത്രവും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. കോൺഗ്രസ് അടക്കം ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്താനാണ് സാധ്യത, തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും. പക്ഷേ മറ്റു മാർഗങ്ങൾ തേടണമെന്നുള്ളതാണ്. എന്താണ് സുപ്രഭാതത്തിൽ പറയുന്നത്? പദ്ധതി മതേതരത്വത്തിന് ഭീഷണിയാണ്, അതുകൊണ്ട് ഈ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിലെ സർക്കാരാണെങ്കിൽ 2000 അല്ല 4000 കോടി തന്നാലും നാഗ്പൂർ മോഡൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കീഴടങ്ങുന്നത് ശരിയല്ല എന്നാണോ ഇപ്പോൾ വിമർശനം പത്രത്തിൽ പറയുന്നത്? എന്താണ് സമസ്തയുടെ നിലപാട് ഈ വിഷയത്തിൽ, രഞ്ജിത്ത്? ഡോക്ടർ അരുൺകുമാർ, കാവ്യവൽക്കരണം എന്നുള്ള ആക്ഷേപമാണ് സുപ്രഭാതം ഉന്നയിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് കാവ്യവൽക്കരണത്തിന് തുടക്കം കുറിക്കും. അത് വിദ്യാഭ്യാസ നയത്തിൽ മാറ്റം വരുത്തും എന്ന് മാത്രമല്ല, ചരിത്രം വളച്ചൊടിക്കപ്പെടുമെന്നുള്ളതാണ്. കേരളത്തിന്റെ ചരിത്രം അത് മതേതരമായ ചരിത്രമാണ്. അല്ലെങ്കിൽ ചരിത്ര താളുകൾ, പുസ്തകങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് മതേതരത്തിന് ഉതകുന്നതാണ്. അത് വർഗീയവൽക്കരിക്കപ്പെടുകയും ഈ ഗാന്ധിക്കും നെഹ്റുവിനും പകരം ഗോഡ്സെയും സവർക്കറും ഒക്കെ പുസ്തകങ്ങളിൽ ഇടം പിടിക്കും. അങ്ങനെ കാവ്യവൽക്കരണത്തിന് തുടക്കം കുറിക്കുന്ന PM ശ്രീ പദ്ധതി നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം. കേരളത്തിന്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കണം. തമിഴ്നാട് മോഡൽ ഒരു ബദൽ വിദ്യാഭ്യാസ നയം രൂപവൽക്കരിക്കുകയാണ് വേണ്ടത്. ഇടതുപക്ഷത്തിനകത്ത് തന്നെ CPI ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ അതുപോലും പരിഗണിക്കാതെ തിടുക്കത്തിൽ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കം ആപത്കരമാണ്, അത് മതേതരത്വത്തിന് ഭീഷണിയാണ് എന്നുള്ളതാണ് സമസ്ത മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP CPM ബന്ധമൊക്കെ കോൺഗ്രസ് ആരോപിക്കുമ്പോൾ സമസ്ത കൂടി അതിനെതിരെ രംഗത്ത് വരുന്നത് രാഷ്ട്രീയമായി CPM-ന് തിരിച്ചടിയാണ്.